അങ്ങനെ ഞങ്ങളുടെ കൊച്ചിയിലൊരു ഫ്ലാറ്റ് എന്നുള്ള ഒരു സ്വപ്നം ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഐ തിങ്ക് 2018 ആണ് ശോഭയുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതും. ഞങ്ങൾ അന്ന് ആലപ്പുഴ നാട്ടിലുള്ള സമയത്താണ് അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതും. നമ്മളിവിടെ വന്ന് ശോഭയുടെ എക്സ്പീരിയൻസ് സെൻറ്റർ കണ്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഉള്ള ഒരു പ്ലാൻ അല്ലായിരുന്നു. പക്ഷെ എന്നാലും കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളങ്ങ് പോയി. പിന്നെയും 2-3 വർഷം കൂടെ ഞങ്ങൾ നാട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ 2-3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിലോട്ട് മൂവായി. ഇവിടെ അടുത്ത് തന്നെ വേറൊരു ഫ്ലാറ്റ് റെൻറ്റിനെടുത്താണ് മൂവായത്. അപ്പോൾ നാട്ടിൽ നമ്മളൊരു നമ്മൾ വലിയൊരു വസ്തുവിനകത്തൊരു വീട്ടിലൊക്കെ താമസിച്ചിട്ട് ഈ ഫ്ലാറ്റിൽ വന്ന് മേളിൽ കയറിയിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നാലും ഞാൻ നാട്ടിലില്ലാത്ത സമയം പിന്നെ വൈഫും കുഞ്ഞുങ്ങളും തന്നെ ഉള്ളതുകൊണ്ട് ഫ്ലാറ്റാണ് ഇച്ചിരി സേഫായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഹൗസിൽ ഇവരെ വെച്ചിട്ട് പോകുമ്പം ഒരു സെക്യൂരിറ്റി കൺസേൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലാറ്റാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. പക്ഷേ അപ്പോഴും മനസ്സിനൊരു തൃപ്തി ഇല്ലായിരുന്നു ആ ഒരു മേളിൽ കയറിയിരിക്കുന്ന ഒരു കൺസെപ്റ്റും. നമ്മൾ മുറ്റത്തോട്ടിറങ്ങിയ അങ്ങനെ ഒരു നമ്മുടെ ആ ഒരു നാട്ടിലെ ഒരു വീടിൻ്റെ കൺസെപ്റ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി ഫ്ലാറ്റ്സ് ഇവിടെ മേടിക്കാൻ വേണ്ടി നോക്കിയിട്ട് അങ്ങനെയൊന്നും ആ ഒരു നമ്മുടെ ഒരു കൺസെപ്റ്റിനകത്ത് കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ കറങ്ങി അവസാനം ഞങ്ങൾ എഗെയിൻ ശോഭയിൽ തന്നെ വന്നെത്തി. ഈ ടവറിലെ ലാസ്റ്റ് ഫ്ലാറ്റായിരുന്നു നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ഫ്ലാറ്റായിരുന്നു. അപ്പോൾ വന്ന് കണ്ടപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറാണ്, സ്പേഷ്യസ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ഇറങ്ങുന്ന ആ ഒരു വീടിൻ്റെ കൺസെപ്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അന്ന് ഒറ്റ രാത്രി കൊണ്ട് എടുത്ത ഒരു തീരുമാനത്തിലാണ് ഫൈനലി നമ്മളിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ എനിക്കും വൈഫിനും ഞങ്ങൾ ഒരേ ഒരു ഡ്രീമായിരുന്നു. ആ ഒരു നാട്ടിലെ നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ലുക്കും ആ ഒരു ഫീലും ഉണ്ട് താൻ. എന്നാൽ നമ്മളൊരു ഫ്ലാറ്റിലാണ്, നമുക്ക് ആ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. എന്തുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, സെക്യൂരിറ്റി കൺസേൺസും ഇല്ല. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഫ്ലാറ്റായിരുന്നു, ഫ്ലാറ്റ് നമ്പർ 2012 അത് ഞങ്ങളുടെ മാരേജ് ഇയറാണ്. അതും ഒരു ലക്ക് ബൈ ചാൻസ് എന്ന് പറയുന്ന പോലെ നമുക്കത് കിട്ടിയതാണ്, ഒരു ലക്കിൽ കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണ വർഷം 2012 ആണ്, മോൻ ജനിച്ചതും 2012 തന്നെ. അപ്പോൾ ആ ഫ്ലാറ്റ് നമ്പറും നമുക്ക് എല്ലാം കിട്ടി. എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം അങ്ങനെ തന്നെ ഇരിക്കുന്നു. എല്ലാം സന്തോഷമായിട്ട് പോകുന്നു. നമുക്ക് ഫ്ലാറ്റ് ശോഭയിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് ഇൻറ്റീരിയർ നമ്മൾ ഒത്തിരി അടുത്ത് അന്വേഷിച്ചായിരുന്നു. അപ്പം കുറേ ഇൻറ്റീരിയർ കൺസേൺസ് അവിടെ ഇവിടെയും എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എനിക്കൊരു മിനിമൽ രീതിയിൽ എന്നാൽ എലഗൻ്റ് ആയിരിക്കണം എന്നായിരുന്നു ഞാൻ പറഞ്ഞൊരു ഇത്. പിന്നെ അത് എക്സ്റ്റേണലായിട്ട് നമ്മൾ വാൾ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം വൈഫിൻ്റെ ഐഡിയ ആണ്. എല്ലാം കക്ഷിയാണത് സെറ്റ് ചെയ്തത്. ഞാൻ ഷിപ്പിലായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ എടുത്തു. എന്നാലും കുറച്ച് കൂടുതലായിട്ട് നമുക്കൊരു വീട് എന്താണെന്നുള്ളൊരു ഡ്രീം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അതുപോലെ ഐഡിയാസും വെച്ച് കളേഴ്സും ഒക്കെ അതുപോലെ സ്യൂട്ട് ചെയ്ത് ഒരുപാട് ഇതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മളൊരു വീടിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്തൊക്കെ ചെയ്യുക, അതെങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാ ഒരു മേഖലയും നമ്മൾ പഠിച്ചു. അതുപോലത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഇതിലോട്ട് എത്തിച്ചേർന്നത്. അതെല്ലാം കാര്യങ്ങളെല്ലാം ഫേർണിച്ചർ നമ്മൾ സൂഷ് ഫേർണിച്ചർ എന്ന് പറഞ്ഞ് പൊന്നാനില്ലേ, പട്ടാമ്പിയിലൊരു കൺസേൺ. അവരും ഇവിടെ വന്ന് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അനുസരിച്ച് അവർ ആ മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമ്മൾ ഇതാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു നമ്മൾ പറഞ്ഞ രീതിയിൽ ആ ഔട്ട്പുട്ട് വന്നപ്പോൾ നമ്മുടെ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് തന്നെ പറയാം. വിതിൻ 4-5 മന്ത്സിനുള്ളിൽ നമ്മുടെ ഇന്റീരിയർ വർക്ക് കഴിഞ്ഞു, കംപ്ലീറ്റ് ആക്കി അവർ എല്ലാം റെഡിയാക്കി തന്നു.
വാ വിളിക്കുന്നേ? ആണോ മുമ്പ് കഴിയാനാ തുമ്പിക്കൈ. എൽപ്പൻ പറഞ്ഞേ. അവിടെ ഈ വണ്ടിയുടെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. എന്തുവാന്ന്? കാറ് വണ്ടി. ബാക്കി ഏത് വണ്ടിയുണ്ട് വേറെ? വോൾവോ വണ്ടിയുണ്ട്. ഇത് ആരുടെ വീടാ? ഇത് ഫ്ലാറ്റ് ആണ്, വീടല്ല. ഇത് ആരുടെ ഫ്ലാറ്റ്? ഇത് ആരുടെ? മറീന വണ്ണ. മറീന വൺ. ഇത് ആരുടെ ഫ്ലാറ്റ്? ഇത് ആരുടെ ഫ്ലാറ്റ്? ഇത് വാവയുടെ ഫ്ലാറ്റ് അല്ലേ? വാവയുടെ ചേട്ടൻ്റെ വാമുറിയല്ലേ വാവക്ക് ഇഷ്ടം? ആരാ എന്റെ മുറി കയറിയെങ്ങനെ ചോദിക്കുന്നത്? ആരാ മുറി കയറി? ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. ടാറ്റ. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഒരു ക്യാമറയിൽ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഇങ്ങനെയാണ് ഫേസ്. നല്ല ഫ്ലൈങ് കിസ് കൊടുത്തേ. നല്ലൊരു ഫ്ലൈങ് കിസ് കൊടുക്കാം. നമുക്കിപ്പോൾ കൊണ്ടുപോകാം. നമുക്ക് അപ്പുറത്ത് ടാറ്റ പോവാം. ടാറ്റ പോവാം.